മെസ്സി വരുമോ വരില്ലേ എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. അതിനിടെ കൂടിയാണ് നമ്മുടെ കായിക മന്ത്രി ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നത്. മെസ്സി വരും എന്നാണ് മന്ത്രി പറഞ്ഞത്. അത് മന്ത്രിയോട് തന്നെ ചോദിക്കാം. മെസ്സി അങ്ങനെ വരികയാണോ? ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലെയും ഫുട്ബോൾ ആരാധകർ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ലോക ഫുട്ബോളിൽ തെളിഞ്ഞു നിൽക്കുന്ന അർജന്റീന ടീമും മെസ്സിയെയും ഇന്ത്യയിൽ എത്തുക, അത്തരത്തിലൊരു സന്ദർശനം അവരാഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇത്തരത്തിലൊരു മാച്ച് സംഘടിപ്പിക്കുക എന്നുള്ളത് ഭാരിച്ച ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് അത്തരം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് സ്പോൺസർമാർ ആവശ്യമുണ്ട്. ഇപ്പോൾ ആ സ്പോൺസർമാർ അർജന്റീനൻ ഫുട്ബോൾ ടീമുമായി കരാറൊപ്പിടുകയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പണം നൽകിയിട്ടുണ്ട്, മാച്ച് ഫീ നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിശ്ചിത സമയത്ത് തന്നെ ഇന്ത്യയിൽ അർജന്റീന ടീം എത്തുകയും കേരളത്തിൽ അവരുടെ മാച്ച് നടക്കുകയും ചെയ്യും. ഏറ്റവും നല്ലൊരു ഫ്രണ്ട്ലി മാച്ച് നടത്താനാണ് നമ്മൾ ആഗ്രഹിച്ചത്. ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചോ? അതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്? നമുക്ക് മാച്ച് ഫീ അടക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സംയുക്തമായിട്ടാണ് പറയേണ്ടത്. ഇവിടെ ഫുട്ബോൾ ആരാധകർക്ക് വലിയൊരു ആശങ്ക ഉണ്ടായി. ഈ മാച്ച് നടക്കുമോ, നടക്കില്ലേ, സർക്കാരിൻ്റെ ചെലവിലാണോ എന്നൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര ഏറ്റവും ചെറിയൊരു പോസ്റ്റ് ഇടാൻ കാരണം. സംശയം വേണ്ട, അവർ വരുമെന്നതാണ്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അർജന്റീൻ ഫുട്ബോൾ മാനേജ്മെൻറ്റ് തന്നെ നേരിട്ട് വരേണ്ടതുണ്ട്. അവരുമായി ചേർന്ന് കേരള ഗവൺമെൻറ് സംയുക്ത പ്രസ്താവന നടത്തും. അതിനുവേണ്ടി കാത്തിരിക്കണം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ അത്തരത്തിലുള്ളൊരു പ്രതികരണം ഇതുവരെ നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അങ്ങനെ നേരിട്ടുണ്ടാവുമോ? നോക്കൂ, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് നിങ്ങളോടല്ലല്ലോ പറയേണ്ടത്. ഇതിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സർക്കാരിനോടാണ്. സർക്കാരിനോട് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാച്ച് ഫീ അടക്കമുള്ള കാര്യങ്ങൾ സ്പോൺസറാണ് നോക്കുന്നത്. അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔദ്യോഗികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞില്ല വന്നില്ല എന്നൊന്നുമില്ല. അവർ കേരളത്തിൽ വന്ന് സംയുക്ത പ്രസ്ഥാനം നടത്തുന്നത് അത് കളീൻ്റെ ഒരു സ്പിരിറ്റാണ്. ഇത്തരം മാച്ചുകൾക്കൊരു സ്പിരിറ്റാണത്. അത് നേരിട്ട് വരുന്നു, സംയുക്തമായി വരുന്നു, ആരെല്ലാം കളിക്കും, എത്ര സമയമുണ്ടോ അതൊക്കെ അവർ പറയും. അപ്പോൾ അതിനെ മറ്റായിട്ടൊന്നും കാണണ്ട. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് ഒരു പോസ്റ്റർ ഇടേണ്ടി വന്നത്. അപ്പോൾ അതിനാ രീതിയിൽ കണ്ടാൽ മതി. അപ്പോഴും ഈ ആരാധകർക്ക് ഇടയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ആശങ്ക, ഒക്ടോബറിലാണ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്ടോബറിൽ മേജർ ലീഗ് സോക്കർ, അമേരിക്കൻ ലീഗ് നടക്കുക, അതിലെ പ്രധാന ഫേസിലേക്ക് കിടക്കുക, മെസ്സി കളിക്കുന്നത്. ആ ഒരു സമയത്ത് മെസ്സി വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ആരാധകർക്ക് ഉണ്ടാകും. നമുക്ക് ഈ ആശങ്ക എന്നുള്ളത് നിങ്ങളെപ്പോലെ ആളുകൾക്കേ ഉള്ളൂ. ഞങ്ങൾക്കൊരാശങ്കയില്ല. ഫുട്ബോളിനെ കുറിച്ചും ഫിഫയുടെ നിയമങ്ങൾ അറിയുന്നവർക്കും അറിയാം. ഫിഫ വിൻഡോ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീമുകൾക്ക് സ്വതന്ത്രമായി ഈ ഒരു വർഷത്തിനുള്ളിൽ കളിക്കാവുന്ന അനുമതി എന്നുള്ളതാണ്. അത് നടക്കുന്ന 2 മാസങ്ങൾ ഒക്ടോബർ നവംബറും. അപ്പോൾ അതേക്കുറിച്ച് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആശങ്ക എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളായി വരുന്നത്. അത്തരത്തിൽ ഒരു പ്രശ്നവും നിലവിലില്ല. അത് സമയത്തിന് തന്നെ മാനേജ്മെൻറ്റ് വരും, അവർ പ്രഖ്യാപിക്കും. നിലവിൽ ഇന്നും നാളെയൊക്കെ തന്നെ അറിയാലോ, യൂറോപ്പിൽ അവധി ദിവസങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ ഇന്ന് കേരളത്തിലെത്തുമെന്ന് അറിയിക്കും. ആ സമയത്ത് പറയാം. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് കൂടുതൽ നമ്മൾ ഒന്നും പറയാത്തത്. അല്ലാതെ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. നമ്മൾ അവരുമായിട്ടുള്ളൊരു കരാർ എന്നുള്ളത് സംയുക്തമായി പറയണം എന്നുള്ളതാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. അതായത് രത്ന ചുരുക്കം, നമ്മൾ മാച്ച് ഫീ അടിച്ചു, നമ്മുടെ ഭാഗത്തു നിന്നുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രൊസീജിയറും പൂർത്തിയായി. ഇനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം വരണം, അങ്ങനെയാണോ? ഔദ്യോഗിക പ്രതികരണം എന്നുള്ളതല്ല, പ്രതികരണം എന്നും വരുന്നുണ്ട്. ഏകദേശം ആഴ്ചയിൽ 1-2 തവണ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് മറ്റു പല കാര്യങ്ങളും, ഇത് മാത്രമല്ലല്ലോ. അപ്പോൾ അവിടെ വരേണ്ട മറ്റൊന്നുമല്ല. ഇത് ഒരു മാച്ച് ഫിക്സ് ചെയ്യുമ്പോൾ സംയുക്തമായി പറയേണ്ടെന്ന ഒരു മര്യാദയുണ്ട്. അങ്ങനെയാണ് ഫ്രണ്ട്ലി മാച്ചുകൾ നടക്കുക. അതാണ് നടക്കാനുള്ളത്. അത് നടക്കും. അപ്പോഴൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെ ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇതിനെ കാണണം.
ഈ ഫുട്ബോൾ എന്നുള്ളൊരു സ്പിരിറ്റാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വാർത്ത എന്നുള്ളൊരു കാര്യം വിട്ടതിന് ശേഷം ഇത് അതിൻ്റെ സ്പിരിറ്റിൽ, ഫുട്ബോളിൻ്റെ സ്പിരിറ്റിലേക്ക് ഫുട്ബോളിന് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. ഇത് ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. തെറ്റായിട്ടുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ളൊരു സംശയങ്ങളൊന്നും ബാക്കിയില്ല. മെസ്സി വരുന്നു എന്നതിന് സ്ഥിരീകരണമായി എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.